നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം ഘട്ടവും അധികാരത്തിലേറിയ നാൾ മുതൽ കൂട്ടുപിടിച്ച നയമാണ് താരിഫ്. സകല രാജ്യങ്ങളെയും താരിഫിൽ കുടുക്കി സമ്മർദ്ദത്തിലാക്കി കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നതാണ് ട്രംപിന്റെ നയവും. എന്നാൽ ഇപ്പോൾ താരിഫ് ചുമത്തുന്നതിൽ തന്റേതായ പുതിയ ന്യായീകരണങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് ട്രംപ്. തീരുവ പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ നികുതി ഭാരം കുറയ്ക്കാൻ വേണ്ടി എന്നാണ് ട്രംപിന്റെ വിശദീകരണം. വിദേശ രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം ഭാവിയിൽ ആദായ നികുതിക്ക് പകരമാകുമെന്നാണ് ട്രംപിന്റെ വിലയിരുത്തലും. ഇതുവഴി അമേരിക്കൻ ജനതയുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനാകുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ചൊവ്വാഴ്ച നടന്ന പീപ്പിൾസ് സ്റ്റേറ്റ്സ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ ഈ വിശദീകരണം എത്തിയത്. ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമാണ് എന്ന് US സുപ്രീം കോടതി വിധിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന. അതായത് സുപ്രീം കോടതിയും ട്രംപും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോരിലാണ്. മറ്റു രാജ്യങ്ങൾ വർഷങ്ങളായി അമേരിക്കയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്നും ഡെമോക്രാറ്റുകൾക്ക് പോലും ഇക്കാര്യം അറിയാമെങ്കിലും അവർ അത് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. വിദേശ രാജ്യങ്ങൾ നൽകുന്ന താരിഫുകൾ വഴി നൂറുകണക്കിന് ബില്യൺ ഡോളർ സമാഹരിക്കാൻ കഴിഞ്ഞെന്നും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും വലിയ ഗുണം ചെയ്തു എന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഈ സംവിധാനം നടപ്പിലാക്കാൻ കോൺഗ്രസിന്റെ പ്രത്യേക നടപടികൾ ആവശ്യമില്ല എന്നും അംഗീകരിക്കപ്പെട്ട രീതിയിലാണ് താൻ നടപ്പാക്കിയതെന്നുമാണ് ട്രംപിന്റെ വിശദീകരണം. താരിഫുകൾ റദ്ദാക്കിയ സുപ്രീം കോടതി വിധി നിരാശാജനകമാണെന്നും എങ്കിലും തന്റെ പക്കലുള്ള പ്രസിഡന്റിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് പുതിയ കരാറുകൾ ഉണ്ടാക്കാനാകുമെന്നാണ് ട്രംപ് പറയുന്നത്. താരിഫ് ഭീഷണി ഉയർത്തിയതാണ് താൻ പല യുദ്ധങ്ങളും അതായത് താരിഫിന്റെ ഭീഷണി കാണിച്ചാണ് പല യുദ്ധങ്ങളും അവസാനിപ്പിച്ചതെന്നാണ് ട്രംപിന്റെ അവകാശവാദം. തീരുവ സംബന്ധിച്ച നിലവിലെ നിയമപരമായ തടസ്സങ്ങൾ പരിഹരിക്കണമെന്നും അമേരിക്കയെ രക്ഷിക്കാൻ ഇത്തരം നടപടികൾ അത്യാവശ്യമാണ് എന്നും ട്രംപ് പറയുന്നു. US പ്രസിഡന്റിന്റെ അധികാര പരിധി മറികടന്നാണ് ട്രംപ് താരിഫ് നയങ്ങൾ നടപ്പാക്കിയതെന്നും US സുപ്രീം കോടതി കണ്ടെത്തിയിരുന്നു. തീരുവ ചുമത്തുന്നതിനുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിന് കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതി ആവശ്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 1977 ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക്സ് പവേഴ്സ് ആക്ട് ദുരുപയോഗം ചെയ്താണ് ട്രംപ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ വ്യാപാര നികുതി ചുമത്തിയിരിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ ആസ്തികൾ മരവിപ്പിക്കാനോ ഉപരോധം ഏർപ്പെടുത്താനോ പണ്ട് ഉപയോഗിച്ചിരുന്ന ഈ നിയമം വ്യാപാര നികുതികൾ ചുമത്താൻ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് ദിനം പ്രതി ട്രംപ് പുതിയ താരിഫുകൾ ഏർപ്പെടുത്തി രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ വീണ്ടും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്.